റബീഉൽ അവ്വൽ മാസം അത് ഞാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിന് നല്ല സന്തോഷമുള്ളൊരു മാസം തന്നെയാണ്. അപ്പം നമ്മളൊക്കെ മദർസുകളിലും എല്ലാ മദർസുകളിലൊക്കെ കാരണം ദഫ് പഠിപ്പിക്കുന്നതും കുട്ടികൾ ഓരോരുത്തർ പാട്ട് പ്രസംഗമൊക്കെ ആയിട്ട് എല്ലാവരും ഈ ഒരു മാസം വളരെ സന്തോഷിക്കാരും മദർസക്ക് പോകാനും. അതേമാതിരി തന്നെ നാടുകളിലും പള്ളികളും അതേമാതിരി വീടുകളൊക്കെ നല്ല മാല ബൾബുകളും ലൈറ്റുകളും തോരണങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാവരും ഈ ഒരു മാസത്തിന് എത്രത്തോളം നമ്മൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാസത്തെ നമ്മളെങ്ങനെയാണ് വരവേൽക്കുന്നത് എന്നുള്ളത് നമ്മളെ നാടിൻ്റെയും വീടിൻ്റെയും പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോഴും പല ആൾക്കാരും നബിദിനം ആഘോഷിക്കാൻ പറ്റുമോ, അത് അനിസ്ലാമികമല്ലേ അങ്ങനെ പറഞ്ഞ് നടക്കുന്ന ഒരു സൈഡിലുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളത് നോക്കണ്ട. നമ്മൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് നമ്മളെന്ത് ചെയ്യുക, നമ്മളെ മനസ്സിന് എത്രത്തോളം സന്തോഷം കിട്ടുന്നുണ്ടോ നമ്മളത് ചെയ്യുക. നമ്മൾ ആ കാലത്ത് നമുക്ക് ജീവിക്കാനോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനോ നമുക്ക് ഏതായാലും കഴിഞ്ഞില്ല. പക്ഷേ നമ്മളെ കൊണ്ടൊന്ന് കഴിയും, സ്നേഹിക്കാൻ കഴിയും. അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. അത്രയ്ക്കും നമ്മളെ കൊണ്ട് കഴിയണ മാതിരി നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളിലേക്ക് അടുക്കാൻ നോക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്.